ഞമ്മളൊക്കെ വളർത്തിയത് ഒരു ഉമ്മയും ബാപ്പിയല്ലേ? ഞമ്മളൊക്കെ വളർത്തിയത് ഞമ്മളമ്മാർക്കും ബാപ്പാർക്കും ഞമ്മളെ കൊണ്ട് ഉപകാരം കിട്ടിയോ? ഇല്ലേ? കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. ഒരുവിധമൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഒരു 40-50 കഴിഞ്ഞ ആൾക്കാരെ കൊണ്ടൊക്കെ അവരുടെ ഉമ്മാർക്കും ബാപ്പാർക്കും ഉപകാരം കിട്ടിയിട്ടുണ്ട് അല്ലെ? ശരിയല്ലേ? ഇനി ഒരു കാര്യം വിലയിരുത്തിക്കൊള്ളിട്ടോ. ഇവിടെ കൃത്യമായി ഞാൻ പറയുന്നത് ശരിയല്ലേ നോക്കി. ഞമ്മളമ്മയും ബാപ്പയും സ്കൂളിൽ പോയി പഠിച്ചിരുന്നോ? മദ്രസ പോയി പഠിച്ചിരുന്നോ? ഇല്ല. എന്നിട്ടും നമ്മളെ വളർത്തിയിട്ട് നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടായില്ലേ? എന്നാ ഇന്നത്തെ അമ്മയും ബാപ്പി സ്കൂളും പോയിക്കണ്, മദ്രസിലും പോയിക്കണ്, വളർത്തിയ കുട്ടികളെ കൊണ്ട് ഉപകാരം ഇല്ല. അപ്പൊ ആരുടെ പ്രശ്നം? ഒന്ന്, നമുക്ക് സംഭവിച്ച അപജയത്തിന്റെ ഒരു കാരണം പ്രശ്നം മാരടുത്താണ് പരടുത്താന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാരണം പൂർവീകന്മാരായ ആളുകൾ നമുക്ക് കൈമാറി തന്ന ഒരു തർബിയത്ത് നഷ്ടപ്പെടുത്തി. എന്താണെന്നറിയോ? നിങ്ങളിപ്പോ ഈ മഹല്ല് സംഗമത്തിന് വന്നിരിക്കുന്നുണ്ടല്ലോ, ഈ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഒപ്പാരും ഏകദേശം വെള്ളിയാഴ്ച ഒരു 11:30 മണിയാകുമ്പോ പള്ളിയിൽ പോണ ആൾക്കാരല്ലേ? നിങ്ങളെ വരുന്ന ആൾക്കാരല്ലേ? ഇവരൊക്കെ ഏകദേശം 11:30 മണിയാകുമ്പോ അല്ലേ? പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ആൾക്കാര് അൽക്കഫ് ഓതൂലേ? ഒരു റമളാൻ വന്നാൽ തറാവീഹ് പള്ളിയിൽ പോയി നിസ്കരിച്ചാലേ പൂർത്തിയാകുള്ളൂ എന്നാ നമ്മളൊക്കെ മനസ്സിൽ അല്ലേ? കൊറോണ വന്നപ്പോ പെരീന്ന് പെണ്ണുങ്ങളെയും കുട്ടികളെയും വെച്ച് ജമാഅത്തായി നിസ്കരിച്ചാലും തറാവീഹ് കൂലിട്ടു. പള്ളി പോയ ഇത്തികാഫിന്റെ കൂലിയും പള്ളി പോയ കൂലി ഒഴിവാകുള്ളൂ. എന്നിട്ടും നമ്മൾ തറാവീഹ് നഷ്ടപ്പെട്ടല്ലോ എന്നാ പറഞ്ഞത്. എന്താ കാരണം? പള്ളിയിൽ പോയാലേ തറാവീഹ് കിട്ടുള്ളൂ എന്നാ നമ്മൾ എഴുതിയത്. എവിടുന്ന ഈ ചിന്ത ഉണ്ടായത്? ഈ ചിന്ത എവിടുന്ന ഉണ്ടായത്? മൂല്യന്മാര് വയലാറിട്ടുണ്ടായതാ? അല്ല. ഉണ്ടായത് ഞാൻ പറഞ്ഞുതരാം. പെണ്ണുങ്ങളാര് ഇവിടെ മജ്ലിസുന്നൂറിനൊക്കെ ഇഷ്ടം പോലെ അല്ലേ? ദിക്ർ സ്വലാത്ത് വയലിനൊക്കെ നേരത്തെ ഇവിടെ സെക്രട്ടറി പ്രസംഗിക്കണ ഞാൻ കേട്ടു, റമളാൻ പ്രഭാഷണത്തെ കുറിച്ച് അല്ലേ? റമളാൻ ക്ലാസ്സുകളൊക്കെ പണ്ട് കാലത്ത് എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്റെ അമ്മ എന്നെ വയലിനുണ്ടായിരുന്നത് എങ്ങനെ അറിയോ? തനക്കിണിയും പുറപ്പൊക്കെ എടുത്തിട്ട് അല്ലേ, പായൊക്കെ എടുത്തിട്ട് വയലിനുണ്ടോ കടന്നുറങ്ങാൻ പോകല്ല. ചെറിയ കുട്ടികളെ അവിടെ കൊണ്ടുപോയി കിടത്തി ഉറക്കണം. ഇങ്ങനെ വയലിന് പോയി ശീലിച്ച ആളുകളാണ് ഇപ്പൊ ഈ മജ്ലിസുന്നൂറിനൊക്കെ വരുന്നത്. ഞമ്മള് പള്ളിക്ക് 11 എങ്ങനെ പോയതറിയോ? മൂല്യന്മാര് വയലിനിട്ട് പോയതല്ല. ഞമ്മളെ ബാപ്പ സ്കൂൾ ഒഴിവുള്ള ദിവസം ഞമ്മളെ കയ്യും പിടിച്ചിട്ട് 11 മണിയാവുമ്പോ പള്ളിക്ക് കൊണ്ടേറ്റില്ലേ? ഒന്നാമത്തെ സൊഫിലിരുത്തിയില്ലേ? ജുമുഅ കഴിഞ്ഞിട്ട് ഖത്തീബിന്റെ കൈ മുസാഫത്ത് ചെയ്യിച്ചോ? എന്നിട്ട് ബാപ്പാന്റെ കബറിനെ കൊണ്ടുപോയി ദ്വാരിപ്പിച്ചോ? പരിശുദ്ധമായ റമളാൻ വരുമ്പോ നോമ്പ് തുറന്നിട്ട് കടന്നുറങ്ങണ ഞമ്മളെ വിളിച്ചുണർത്തിയിട്ട് ബാപ്പ പള്ളിയൊക്കെ കൊണ്ടുപോകും. ഞമ്മള് തറാവി 20 നിസ്കരിക്കൂല. ചായ ചെറിയ മെരുമ്പടിന്റെ കൊലായിൽ പോയിട്ട് നമ്മൾ കടന്നുറങ്ങണേക്കാരം. എന്നാലും നമ്മളെ പള്ളിയെ കൊണ്ടുപോയിട്ടില്ലേ? ഇനിയോ ഈ ഇരിക്കണ അമ്മാരൊക്കെ ഓലമ്മാര് ഞാനീ പറഞ്ഞ മാതിരി പാതിരാ വയലുകൾക്ക് പുതപ്പും പായിരുത്തുകാണ്ട് കൊണ്ടുപോയി ശീലിപ്പിച്ചതാ. അങ്ങനെ ശീലിച്ച ശീലമാണ് നമ്മളെ ഇന്നും 11 മണിയാവുമ്പോ പള്ളിയിലേക്കും നമ്മുടെ പിതാവിന്റെ ഖബറിലേക്കും കൊണ്ടുപോയത്. ഇനിയൊരു ചോദ്യം ഉണ്ടെന്തറിയോ? ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂള് വിട്ടിട്ട് നമ്മളെ കുട്ടി പീഡിയക്കൊലയമ കുത്തിരിക്കുകയാണ്. നമ്മൾ ഓന്റെ മുമ്പ് കൂടെ പള്ളിക്കൊക്കെ പോയി. നമ്മളെ കുട്ടിന്റെ മുമ്പ് കൂടെ ഓഞ്ഞ കണ്ടാല് വല്ലതും ഓൻ കരുതോന്ന് എഴുതിങ്ങാണ്ട് ഓനെ കാണാതെ അപ്പുറത്തു കൂടെ നമ്മള് പോയത് അല്ലേ? എത്ര കുട്ടികളെ കയ്യും പിടിച്ച് നമ്മൾ പള്ളിയേക്ക് പോയിക്കണ്? എത്ര തറാവീഹിന് നമ്മളെ കുട്ടികളെ കയ്യും പിടിച്ച് നമ്മൾ കൊണ്ടേക്കണ്? എത്ര മജ്ലിസുന്നൂറിന് നമ്മളെ കുട്ടികളെ കയ്യും പിടിച്ചിട്ട് പള്ളിയേക്ക് പോയിക്കണ്, മദ്രസ കൊണ്ടേക്കണ്? മജ്ലിസുന്നൂറിന്റെ അന്ന് കുട്ടിക്ക് എന്താണ് കാരണം? ട്യൂഷനിൽ പ്രത്യേകിച്ച് ഒരു പരീക്ഷയാണ് കാരണം. ചെറിയ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ കൊണ്ടുപോയിട്ട് റമളാൻ വയലിന്
നിലത്ത് വിരിച്ചിട്ട് കിടത്തിയുറക്കിയ അമ്മാരെ കുട്ടികള്, ആ കുട്ടികള് സ്വന്തം കുട്ടികളെ പരീക്ഷന്റെ പേരും പറഞ്ഞ് പേരന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ട് മജ്‌ലിസിന്നൂറിന് പോരും. ഓൽക്ക് പണി പഠിക്കലാണോ? അല്ല, ഓൽക്ക് മൊബൈൽ കളിക്കലാ പണി. അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഉമ്മയും ബാപ്പയും ഈ കുട്ടികളും നമ്മൾ പറഞ്ഞാൽ കേൾക്കുവോ? നിങ്ങൾ പറയും, നമ്മളെ കുട്ടികൾ എപ്പോഴാ പള്ളിയിൽ വരിക? സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ പേര് തുടങ്ങുമ്പോ. സ്കൂളിൽ നിന്ന് നേരത്തെ പോന്നിട്ട് പീഡിയക്കൊലയുമ്പോ കുത്തിരിക്കുകയാണ്. ഏതെങ്കിലും ബാപ്പാ ഇന്ന് എപ്പോഴാടാ ഈ പള്ളിയിൽ പോയത്, പള്ളിയിൽ കയറിയത് ചോദിക്കലുണ്ടോ? ചോദിക്കാൻ പേടിയാണ്. അവിടെയാണ് ബാപ്പയുടെ പരാജയം തുടങ്ങിയത്. അവിടെയാണ് ഉമ്മയല്ലാതെയായത്. ഞാൻ പണ്ട് കിതാബ് ഓതിയ കാലത്ത് ഖിയാമത്ത് നാളിന്റെ അടയാളം പഠിച്ചപ്പോ ഒരു ഹദീസ് പഠിച്ചിരുന്നു. എന്താണെന്നറിയോ? ആ ഹദീസ് പറയുന്നത്, യജമാനന്മാരെ പ്രസവിക്കുന്ന ഉമ്മമാരുണ്ടാവുന്ന കാലം ഖിയാമത്ത് നാളിന്റെ അടയാളാ. മനസ്സിലായില്ലേ? യജമാനന്മാര്, മനസ്സിലായി നിങ്ങൾക്ക്? മുതലാളിമാരെ പ്രസവിക്കുന്ന അടിമകളുടെ കാലം. ആ കാലത്തല്ലേ നമ്മളുള്ളത്? അല്ലേ? ഇന്ന് പെരിയിലെ യജമാനനാരാ? കുട്ടികളല്ലേ? ബാപ്പിമ്യാണോ? അല്ല, കുട്ടികളാണെന്ന് യജമാനന്മാർ. ഒരു പരിണിങ്ങനെ ആടുകയാണ് നമ്മള്. കുട്ടികൾക്ക് കൊടുക്കേണ്ട, വീടിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കേണ്ട കൃത്യമായ തർബിയത്ത്, കൃത്യമായ സ്നേഹം, കൃത്യമായ പരിചരണം, കൃത്യമായ കെയറിംഗ്, കൃത്യമായി ഏത് രൂപത്തിൽ മക്കളെ പോറ്റി വളർത്തണമെന്ന് ചിന്തിക്കുന്ന ചിന്തയിൽ നിന്ന് ഇന്ന് ബാപ്പയും ഉമ്മയും വിദൂരത്തായിട്ടുണ്ട്. ബാപ്പാന്റെയും ഉമ്മാന്റെയും മൂല്യം ഇന്ന് പേരന്റെ ഉള്ളത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ കേട്ട ഒരു വാർത്തയുടെ മൂല്യത്തിലേക്ക് കടന്നാ മതി. ബാപ്പിമ്മി നെഞ്ചത്തൊന്ന് കൈവച്ചിട്ട് ചിന്തിക്ക്. കഴിഞ്ഞ ആഴ്ച 2 ദിവസം മുമ്പ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു വാർത്ത കേട്ടു. 9ാം ക്ലാസ്സുകാരൻ 12 പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അടിമപ്പെടുത്തിയിട്ട് തന്റെ ഇംഗിതത്തിന് വേണ്ടിയിട്ട് ആ 12 കുട്ടികളെയും ഉപയോഗപ്പെടുത്തി. ഒരു പെൺകുട്ടി മാത്രം പുറത്ത് പറഞ്ഞപ്പോ ഇതറിഞ്ഞു. ഇതിലെന്താ അത്ര അത്ഭുതം എന്നല്ലേ? ആ ഉമ്മയുടെ ഏറ്റവും വലിയ പരാജയമാണത്. ആ ബാപ്പാന്റെ പരാജയമാണത്. എങ്ങനെയെന്നല്ലേ? ഒന്ന് ചിന്തിക്കി. 9ാം ക്ലാസ്സുകാരൻ 12 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് മയക്കുമരുന്ന് കൊടുത്ത് അടിമപ്പെടുത്തുക, ഫ്രീ ആയിട്ട് കൊടുക്കുക. ദിവസങ്ങളോളം, മാസങ്ങളോളം, 1-2 ദിവസമല്ല, മാസങ്ങളോളം കൊടുത്തു. എന്നിട്ട് എന്തുണ്ടായത്? പിന്നെ പണം ആവശ്യപ്പെടാൻ തുടങ്ങി. ഇതിന് അടിമപ്പെട്ടപ്പോ പൈസ കൊടുക്കാനില്ല, എന്നാ ശരീരം കൊണ്ടാ, ശരീരം വിൽപ്പന നടത്തി. ബാപ്പിയും കരുതിയത് എന്റെ കുട്ടി മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളൂ എന്ന് വിചാരിച്ച് റീ അഡിഷൻ സെന്ററിൽ കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ശരീരയും വിൽപ്പന നടത്തിയത് ബാപ്പയും ഉമ്മയും തിരിച്ചറിഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടി രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോ 4 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആ കുട്ടിയുടെ മുഖഭാവം ഉമ്മ കണ്ടിരുന്നെങ്കിൽ ആ കുട്ടി കഞ്ചാവ് വലിച്ച തിരിച്ചറിയില്ലേ? അറിയില്ലേ? ആ കുട്ടിയുടെ മുഖഭാവം നോക്കാൻ പോലും വീടിന്റെ അകത്തളത്തിൽ ഉമ്മാക്ക് നേരല്ല. കുട്ടി വരുമ്പോ ഞമ്മക്ക് ദിമല പണി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികൾ സ്കൂൾ തരുന്ന സമയമാകുമ്പോ ളുഹുറും അസറും കഴിഞ്ഞിട്ട് കുറച്ചേരം ഒന്ന് വെറുതെ ഇരിക്കാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഞമ്മക്ക് യൂട്യൂബിൽ കേക്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യല്ലേ? 2 കൊല്ലം മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഓൺലൈൻ ക്ലാസ് സംവിധാനം ഉണ്ടാക്കി, സമസ്ത ഉണ്ടാക്കി, സർക്കാർ ഉണ്ടാക്കി. അമ്പേ പരാജയപ്പെട്ടു. എന്താ കാരണം? നിങ്ങൾ പറയും. എന്താ ഓൺലൈൻ ക്ലാസ്? നമ്മളൊക്കെ പരീക്ഷണത്തിന്റെ ക്ലാസ് ആയിരുന്നു ഓൺലൈൻ ക്ലാസ്. സർക്കാരും സമസ്തയും പരീക്ഷിച്ചു. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ കുട്ടികൾക്ക് എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് നമ്മൾ പരീക്ഷിച്ചു. ഒരു സയന്റിസ്റ്റ് ആവൽ എങ്ങനെയെന്ന്.
ഇന്ന് നമ്മളെ മുമ്പിലിരിക്കുന്ന അമ്മാരൊക്കെ ഉണ്ടല്ലോ സയന്റിസ്റ്റുകളാണ്. നമ്മൾ ഈ കാണും പോലൊന്നല്ല, പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിയ ആൾക്കാരാ ഓലൊക്കെ. ഇങ്ങനെയെന്നറിയില്ലേ? നിങ്ങൾ അത്ഭുതപ്പെടണല്ലേ ശാസ്ത്രജ്ഞന്മാര് എന്ന് പറഞ്ഞപ്പോ? ഓലൊക്കെ ശാസ്ത്രജ്ഞകളാണ്. നമ്മൾ സ്കൂളിലെ ജൈവശാസ്ത്രം പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിലും കരയിലും, ജീവശാസ്ത്രത്തിൽ പറയുന്നു, വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ജീവികൾ, അവർക്ക് പറയുന്ന പേര് ഉഭയജീവി. തവളയെ പോലുള്ളത് അല്ലേ? പഠിച്ചില്ലേ? എന്നാ ഉഭയ സസ്യത്തെ കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിരുന്നോ? വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഉഭയ സസ്യത്തെ കുറിച്ച് എവിടെയെങ്കിലും പഠിച്ചിക്കണോ? ഇല്ല. അത് കണ്ടെത്തിയത് 2021 കൊറോണ വന്നപ്പോഴാ. മനസ്സിലായില്ലേ? വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഉഭയസസ്യമാകുന്നു മണി പ്ലാന്റ്. ഇതെവിടുന്നേ കണ്ടുപിടിച്ച്? കൊറോണ വന്നപ്പോ അമ്മാരെ കണ്ടെത്തലായിരുന്നു ഇതൊക്കെ. ഓൺലൈൻ ക്ലാസ് കൃത്യമായി വീട്ടിൽ നടന്നോന്നറിയാന് ആ പേരന്റെ മുറ്റത്തേക്ക് ചെന്നാ മതി. ഒരു വീടിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാവും ഇവിടെ 50% ഓൺലൈൻ ക്ലാസ് നടന്നിട്ടുണ്ട്. ഇവര് കണ്ണു കൂക്കണം, എന്താ ഇയാളീ പറയണത്? ഡൈനിങ് ഹാളിൽ കയറിയാൽ മനസ്സിലാവും 75% ഓൺലൈൻ ക്ലാസും ഇവിടെ നടന്നിട്ടുണ്ട്. അടുക്കളയിൽ ചെന്നാ മനസ്സിലാവും 100% ഓൺലൈൻ ക്ലാസും നടന്നിട്ടുണ്ട്. എങ്ങനെയെന്നല്ലേ? മുറ്റത്ത് ചെല്ലുമ്പോ കാണാ ഇമ്മരപ്പടിമലൊക്കെ എംസാനും സിമെന്റും കൂട്ടിക്കുവച്ച ചെടിച്ചട്ടിയാള്. അപ്പൊ മനസ്സിലാവും ഇവിടെ 50% ഓൺലൈൻ ക്ലാസും നടന്നിക്കണ്. ഡൈനിങ് ഹാളിൽ ചെല്ലുമ്പോ കാണാൻ റോട്ടിൽ കിടക്കണ കള്ളും കുപ്പിയാള് മുഴുവൻ പെയിന്റ് അടിച്ചു വെച്ചിക്കണ് ഷോക്കേസിന്റെ ഉള്ളില്. അപ്പൊ മനസ്സിലാവും 75% നടന്നിക്കണ്. അടുക്കളയിൽ ചെല്ലുമ്പോ കേക്ക് ഉണ്ടാക്കണ മെഷീനും കൂടി ഉണ്ടോ? 100% നടന്നിക്കണ്. ഏതോ ഇത്താത്ത ഫ്രിഡ്ജില് തക്കാളി ചെയ്യാതെ വെക്കണ നോക്കിയടക്കായിരുന്നു ബല പണി. കുട്ടികൾക്ക് പഠിപ്പിക്കലല്ല. ഇതാണ് നമ്മുടെ അമ്മാരെ സിസ്റ്റം. ഉമ്മ ഉമ്മയാവണം, ബാപ്പ ബാപ്പയാവണം. നമ്മളാകെ പഠിച്ച പാട്ട് എന്താണെന്നറിയോ? നമ്മളാകെ പഠിച്ച പാട്ട് ഇന്നലെ ഉസ്താദ് വയലറിനെ കേട്ടില്ലേ? കുട്ടികൾ കച്ചറ വെച്ചുമ്പോഴേ കുട്ടികളെ നമ്മള് കച്ചറ കളിക്കുമ്പോ ഇമ്മ ആകെ പഠിച്ച പാട്ട് എന്താണെന്നറിയോ? എനിക്കറിയില്ലേ? ഇന്നലെ ഉസ്താദ് വയലറിന് ഇഞ്ച കാലിലോട്ടില്ല സ്വർഗം മര്യാദിക്കുന്നുണ്ട്, ബാപ്പ സ്വർഗത്തിന്റെ നടുത്ത വാതില മര്യാദ കടന്നുണ്ട്. ഇതേ നമ്മൾ ആകെ പഠിച്ചിട്ടുള്ളൂ.